വനം മന്ത്രി AK ശശീന്ദ്രൻ കൊയിലാണ്ടിയിൽ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെ മന്ത്രിയും ഉത്സവ കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ പ്രതിനിധി VS രഞ്ജിത്തും മന്ത്രിക്കൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. മന്ത്രി ഇപ്പോൾ അവിടുത്തെ ഉത്സവ കമ്മിറ്റിക്കാരും ക്ഷേത്ര കമ്മിറ്റിക്കാരുമായിട്ടുമൊക്കെ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ക്ഷേത്ര കമ്മിറ്റിക്ക് വലിയ പരിക്കില്ലാത്തൊരു റിപ്പോർട്ടാണ് വനം വകുപ്പ് കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആനകൾ തമ്മിൽ അകലമുണ്ടായിരുന്നു, ഈ പടക്കം പൊട്ടിച്ചതൊന്നുമല്ല ഈ ആന പ്രകോപിതനാവാൻ കാരണം എന്ന മട്ടിലാണോ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? ഈ പരിക്കേറ്റവരുടെയും ഈ മരിച്ചവരുടെയും വീടുകളിലുമൊക്കെ മന്ത്രി പോകാനുള്ള സാധ്യതയുണ്ടോ? VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് AK ശശീന്ദ്രൻ കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് അപകടമുണ്ടായ മണക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി അവിടുത്തെ നാട്ടുകാരുമായും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുമായിട്ടും സംസാരിക്കുന്നതാണ്. കോഴിക്കോട് ജില്ലയുടെ ചുമതല വനം മന്ത്രി AK ശശീന്ദ്രനാണ് ഉള്ളത്. നമുക്കൊപ്പം VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഈ മരിച്ചവരുടെ വീടുകളിലേക്കൊക്കെ പോകുമോ മന്ത്രി? തൊട്ടടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ ഇവരുടെയൊക്കെ വീടുകൾ? ഡോക്ടർ രണ്ടുപേരുടെ വീടുകൾ തൊട്ടടുത്ത് തന്നെയാണ്. അമ്മുക്കുട്ടിയുടെയും ലീലയുടെയും വീടുകൾ അടുത്ത് ക്ഷേത്രത്തോട് ചേർന്നാണ്. രാജൻ നേരത്തെ ഈ ക്ഷേത്ര പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന താമസിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ഇവിടെയല്ല. ഇപ്പോൾ മന്ത്രി ഉള്ളത് ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ്. ക്ഷേത്രത്തോട് ചേർന്ന് ഉള്ള ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ ക്ഷേത്രം ഭാരവാഹികളുമായിട്ടും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോട് സംസാരിക്കുകയാണ്, അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇന്നലെ ഇവിടെ വന്ന് റിപ്പോർട്ട് രേഖപ്പെടുത്തിയപ്പോൾ ചില വീഴ്ചകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള ശുപാർശയും ഇന്നലെ വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിലുണ്ട്. സ്വാഭാവികമായിട്ടും വനമന്ത്രി എന്ന രീതിയിൽ ഈ കമ്മിറ്റിക്കാരോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് ആരായുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ക്ഷേത്രം ഭാരവാഹികളാണ് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ. അതിനുശേഷമായിരിക്കും ലീലയുടെ വീട്ടിലേക്കും അമ്മുക്കുട്ടിയുടെ വീട്ടിലേക്കും വനമന്ത്രി പോവുക. രണ്ട് കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കാൻ എത്തുന്നു എന്നാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ ക്ഷേത്രത്തിലേക്ക് ആദ്യം എത്തി ക്ഷേത്രം ഭാരവാഹികളെയും ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെയും ഉൾപ്പെടെ നാട്ടുകാരെ ഉൾപ്പെടെ കാണുന്നു. അദ്ദേഹം അവരുമായി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് നേരെ ഈ രണ്ട് വീടുകളിലേക്കും സന്ദർശനം നടത്തുക. ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്നും വനം മന്ത്രി എത്തുന്നു. സ്വാഭാവികമായിട്ടും വലിയൊരു ദുരന്തമുണ്ടായതിന് പിന്നാലെ അവരെ ആശ്വസിപ്പിക്കാൻ എത്തുക എന്നതിനൊപ്പം തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് വനം മന്ത്രി എന്ന രീതിയിൽ നേരിട്ട് പരിശോധിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മന്ത്രി ഇവിടെ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. നമുക്ക് തിരിച്ചു വരാം.